വളരെ വ്യക്തമായി തന്നെ പറയാം, പിണറായി സർക്കാരിന്റെ 10 വർഷം PSC എന്ന് പറയുന്നത് ഒരു പാർട്ടി സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു. ആ പ്രതിയുടെ വീട്ടിൽ നിന്നും കടാരയും മഴവും മാത്രമല്ല കണ്ടെടുത്തത്. ഈ 228 പേരും പൈസ കൊടുത്താണ് PSC പരീക്ഷ എഴുതുന്നത്. ഈ പരീക്ഷ പാസ്സായ ചീഫിന്റെ പോസ്റ്റിന് 1.5 ലക്ഷം രൂപയാണ് ശമ്പളം. ഇവിടെ ബോഡി ബിൽഡേഴ്സിന് SI ആയിട്ട് നിയമനം കൊടുത്തു. ആ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത് PSC ചോദ്യ പേപ്പറുകൾ, വർഷങ്ങളായിട്ടുള്ള PSC എഴുതിയ കുട്ടികളുടെ ഉത്തരക്കടലാസുകൾ, PSCയുടെ സീലുകൾ. പല പെൺകുട്ടികളും പല ആൺകുട്ടികളും 26, 27, 30 വയസ്സായിട്ടും പറയുന്ന എന്താണ്, എനിക്കൊരു ജോലി കിട്ടിയിട്ട് മതി കല്യാണം. കാരണം എന്താണ്, PSC എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. കാരണം ഇപ്പോഴത്തെ സർക്കാർ ഇതൊരു CBI അന്വേഷണത്തിന് വിടണം. കാരണം PSC എന്ന് പോലും, PSCയുടെ ഫുൾ ഫോം പോലും അറിയാത്തവന്മാർ PSC റാങ്ക് ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നത് അതൊരു അഴിമതി തന്നെയാണ്. നമസ്കാരം. സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കുള്ള PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആസൂത്രണ ബോർഡ് ചീഫ് നിയമന തട്ടിപ്പ് വലിയ വിവാദമായി കൊണ്ടിരിക്കുകയാണ്. വലിയ ക്രമക്കേടാണ് PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യം പരാതിയായി ഉന്നയിച്ച പൊതുപ്രവർത്തകനായ പായിച്ചിറ നവാസ് ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. ഭരണഘടനാ സ്ഥാപനമാണ് PSC എന്ന് പറയുന്നത്. ഇവിടെ PSC എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ലക്ഷക്കണക്കിന് യുവാക്കളും യുവതികളുമാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നത്. ഒരു 10ാം ക്ലാസ് കഴിയുന്ന സാമാന്യ വിദ്യാഭ്യാസമുള്ള 10ാം ക്ലാസ് പാസ്സാകുന്ന ഒരാളിൻ്റെ മനസ്സിൽ PSC എഴുതണമെന്ന സ്വപ്നമാണ്. മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ സമയം മുതലുണ്ടാകുന്ന ഒരു ചിന്തയാണ്, എനിക്ക് PSC എഴുതണം, എനിക്ക് PSC വഴി ഒരു ജോലി കിട്ടണം എന്നുള്ള ആ ഒരു ചിന്ത. അങ്ങനെ രാത്രിയും പകലും മഴയും വെയിലും ഒന്നും വകവയ്ക്കാതെ പാർട്ട് ടൈം രാവിലെ ഹോട്ടൽ പണിക്ക് പോയി വൈകുന്നേരം ഈവനിങ് ക്ലാസ്സിന് PSC കോച്ചിങ് സെൻ്ററുകളിൽ പോകുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. രാവിലെ സ്വിഗ്ഗി ഓടിയതിന് ശേഷം വൈകുന്നേരം PSC ക്ലാസ്സിൽ പോകുന്നവരുണ്ട്. രാവിലെ PSC കോച്ചിങ് ക്ലാസ്സിന് പോയതിന് ശേഷം വൈകിട്ട് രാത്രി ഓട്ടോറിക്ഷയും ടാക്സിയും ഓടുന്ന ആൾക്കാരും യുവതികളും യുവാക്കളും ഉണ്ട്. അപ്പോൾ ഈ PSC എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം, ഒരു ജനകീയ സ്ഥാപനം, ആ ഒരു സ്ഥാപനത്തിൽ കഴിഞ്ഞ 10 വർഷം വളരെ വ്യക്തമായി തന്നെ പറയാം, പിണറായി സർക്കാരിൻ്റെ 10 വർഷം PSC എന്ന് പറയുന്നത് ഒരു പാർട്ടി സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു. വളരെ വ്യക്തമായി തന്നെ പറയാം. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിരവധി അഴിമതികളും ക്രമക്കേടുകളും നിയമന ലംഘനങ്ങൾ, നിയമന അഴിമതികളുമൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു ക്രിമിനൽ, ഒരു തിരുവനന്തപുരം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ ഒരു വിദ്യാർത്ഥിയുടെ മുതുക് കടാര കൊണ്ട് കുത്തിക്കേറി പോലീസ് കേസെടുത്തു, മ്യൂസിയം പോലീസ്. ആ കേസിൽ പിടിക്കാനായി ആ പ്രതിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ പ്രതിയുടെ വീട്ടിൽ നിന്നും കടാരയും മഴവും മാത്രമല്ല കണ്ടെടുത്തത്. ആ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത് PSC ചോദ്യ പേപ്പറുകൾ, വർഷങ്ങളായിട്ടുള്ള PSC എഴുതിയ കുട്ടികളുടെ ഉത്തരക്കടലാസുകൾ, PSCയുടെ സീലുകൾ, PSC ചെയർമാൻ്റെ സീലുകൾ, PSCയുടെ നമ്പർ പ്ലേറ്റ് അടിച്ച, ചുമന്ന നമ്പർ പ്ലേറ്റ് വെച്ച ബോർഡുകൾ, ഇതെല്ലാമാണ് ആ പ്രതിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത്. ആ പ്രതി SI ടെസ്റ്റിൽ 1ാം റാങ്കിലോ 2ാം റാങ്കിലോ വന്ന വ്യക്തിയുമാണ്. അതുപോലെ നൂറുകണക്കിന് നിയമന അഴിമതികളും ക്രമക്കേടുകളും പുറത്തു വന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 10 വർഷമുണ്ടായിരുന്നു. ഈ അഴിമതിയും 2023 നടന്നതാണ്. 2023 സംസ്ഥാന ആസൂത്രണ ബോർഡിലെ തസ്തികയിലേക്ക്, ആസൂത്രണ ബോർഡിൻ്റെ ചീഫിൻ്റെ തസ്തികയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പാണ്, പരീക്ഷയാണ്. ആ പരീക്ഷയിൽ 58 മാർക്കിനുള്ള ഉത്തരം നോക്കിയില്ല എന്നുള്ളതാണ് വിഷയം. എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും ഈ പരീക്ഷ എഴുതിയപ്പോൾ 58 മാർക്കിനുള്ള ചോദ്യം എഴുതിയിരുന്നു, ഉത്തരം എഴുതിയിരുന്നു. അത് മൂല്യനിർണ്ണയം നടത്താതെ അത് ഒരാൾക്ക് വേണ്ടി മാത്രം മൂല്യനിർണ്ണയം നടത്തുകയും ആ ഒരാളിനെ വിജയിപ്പിച്ച് മുൻനിരയിലേക്ക് കൊണ്ടുവരികയും ഇൻ്റർവ്യൂ ബോർഡിൽ അദ്ദേഹത്തെ എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നിയമനം കൊടുക്കുകയാണ് ചെയ്തത്. ഇത് 6 മാസം 7 മാസക്കാലം ശ്യാം കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗാർത്ഥി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു, അപ്പീൽ കൊടുത്തു, കമ്മീഷനിൽ പോയി. അതിനുശേഷമാണ് ഈ രേഖ തന്നെ അവർ കൊടുക്കാൻ കാരണം. ഈ മാർക്ക് ലിസ്റ്റ് പോലും കൊടുത്തത് 6 മാസത്തിന് ശേഷമാണ്. അപ്പോൾ അത്രയും രഹസ്യാത്മകമായി വെച്ച ഒരു അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.
പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് 10 ചോദ്യത്തിന് മാർക്കിട്ടിട്ടില്ല. ഈ 10 ചോദ്യത്തിന് മാർക്കിട്ടില്ലേ? മൊത്തം 228 കുട്ടികളാണ് ഈ പരീക്ഷ എഴുതിയത്. അതിൽ ഒരു ചീഫാണ്, ഒരാളിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഈ 228 പേരും പൈസ കൊടുത്താണ് PSC പരീക്ഷ എഴുതുന്നത്. പൈസ കൊടുത്ത് ഫീസ് അടച്ച്, എക്സാമിനേഷൻ ഫീസ് അടച്ച് മാസങ്ങളോളം പഠിച്ച് 2-3 ദിവസം മെനക്കെട്ട് വന്നാണ് ഈ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ഫീസ് വാങ്ങിയാണ് പരീക്ഷ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പരീക്ഷ എഴുതി തോറ്റവർക്കൊന്നും ഈ ഫീസ് തിരിച്ചു കൊടുക്കാറില്ല. ഈ ക്രമക്കേട് കാണിച്ചവർക്ക് അധികം 1.5 ലക്ഷം രൂപയാണ് ശമ്പളം. ഈ പരീക്ഷ പാസ്സായ പോസ്റ്റിങ്ങിന്, ചീഫിൻ്റെ പോസ്റ്റിന് 1.5 ലക്ഷം രൂപയാണ് ശമ്പളം. 10 ചോദ്യങ്ങൾക്ക് മാർക്കിട്ടിട്ടില്ല. അതുപോലെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്, അത് അസൈൻ ചെയ്തിട്ടില്ല. പിന്നെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കാതെ ഈ റാങ്ക് ലിസ്റ്റ് പുറത്താക്കി. എങ്ങനെയാണ് ഒരു 10 കുട്ടികൾ പരീക്ഷ എഴുതിയാൽ ഈ 10 കുട്ടികളുടെ പരീക്ഷാ പേപ്പർ കൃത്യമായി 50 മാർക്കുണ്ടെങ്കിൽ ഈ 50 മാർക്കിനുള്ള ക്വസ്റ്റ്യനും ഉത്തരവും മൂല്യനിർണ്ണയം നടത്താതെ ഒരാൾ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആ ഒരാളിൻ്റെ പേപ്പർ മാത്രം പൂർണ്ണമായിട്ട് നോക്കുകയും ബാക്കിയുള്ള ഈ 227 പേരുടെയും പരീക്ഷാ പേപ്പറുകൾ നോക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി വിവരാവകാശ രേഖ പ്രകാരം പുറത്തു വന്ന രേഖകളിൽ കൃത്യമാണ്. അപ്പോൾ ഇതാരാണ് ശ്രദ്ധിക്കേണ്ടത്? പിന്നെ ഈ ചെയർമാനെയും ഇതിൻ്റെ പരീക്ഷാ കൺട്രോളറെയും ഒക്കെ നിയമിക്കുന്നത് ആരാണ്? സർക്കാരാണ്. സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടിയുടെ നോമിനികളാണ് ഈ ചെയർമാനൊക്കെ. മുമ്പിരുന്ന ചെയർമാൻ, ഈ വിഷയം നടക്കുമ്പോൾ ഇരിക്കുന്ന ചെയർമാൻ എനിക്ക് തോന്നുന്നു സുൽഫീഖറാണ് ഈ 2023 ഈ വിഷയം നടക്കുമ്പോൾ ഉള്ള ചെയർമാൻ. അപ്പോൾ അങ്ങനെ പാർട്ടിയുടെ മാത്രം കാര്യങ്ങൾ നോക്കി കാലാകാലങ്ങളായി നടന്നു വരുന്ന ഒരു അഴിമതി. ഇത് എനിക്കിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കേവലം ഇത് 1, 2, 3 വിഷയങ്ങളിൽ ഒതുങ്ങുന്നതല്ല. PSC മൊത്തത്തിൽ ഒരു കളങ്കിതമായ ഒരു സ്ഥാപനം എന്നാണ് ഇപ്പോൾ ഉള്ള ധാരണ. PSCയെ പഠിച്ചെഴുതിയ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി പാസ്സായിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഒരു 70% അല്ലെങ്കിൽ 60% നമ്മൾ പരിശോധിച്ചാൽ യോഗ്യതയില്ലാത്ത, അർഹതയില്ലാത്ത ഉദ്യോഗാർത്ഥികളാണ് വന്നിരിക്കുന്നത്. കാരണം ഞാൻ 2-3 സംഭവം നോക്കിയപ്പോൾ +2-നും 10ാം ക്ലാസ്സിനുമൊക്കെ വളരെ കുറഞ്ഞ മാർക്ക് വാങ്ങിച്ചവർ PSC പരീക്ഷയിൽ വളരെ ഉന്നത മാർക്ക് വാങ്ങി വന്നിരിക്കുന്നു. PSC കോച്ചിങ്ങിന് പോലും പോവാത്ത ആൾക്കാരാണ് അവർ. ഇവരുടെ വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചു എന്നുള്ള ഒരു ബലം മാത്രമാണ്. പക്ഷെ നല്ല മാർക്ക് വാങ്ങിയിട്ട് വന്നിരിക്കുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ ഈ പോലീസ് കേസിൽ പ്രതിയായിട്ടുള്ള ആളും ഏറ്റവും ഉന്നത റാങ്ക് വാങ്ങിച്ചാണ് PSCയിൽ വന്നിട്ടുള്ളത്. ആ പരീക്ഷയെല്ലാം ക്യാൻസലാക്കി. പിന്നെ ഇവിടെ ബോഡി ബിൽഡേഴ്സിന് SI ആയിട്ട് നിയമനം കൊടുത്തു. PSC വഴിയാണ്. അത് PSC വഴി നടത്തേണ്ടതാണ്. SIയും ഇതെല്ലാം PSC വഴി നടത്തേണ്ടതാണ്. അപ്പോൾ അതിൽ പോലും PSCയെ കബളിപ്പിച്ചുകൊണ്ട് PSCയുടെ ഒത്താശയില്ലാതെ നടക്കത്തില്ലല്ലോ അത്. അപ്പോൾ അവിടെയും രാഷ്ട്രീയ, അതിപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പഠിച്ച് പരീക്ഷ എഴുതി പലരും പറയുന്നത് എന്താണ്? പല പെൺകുട്ടികളും പല ആൺകുട്ടികളും 26, 27, 30 വയസ്സായിട്ടും പറയുന്നത് എന്താണ്? എനിക്കൊരു ജോലി കിട്ടിയിട്ട് മതി കല്യാണം. കാരണം എന്താണ്? PSC എന്നുള്ള ഒരു പ്രതീക്ഷയാണ്, അത് വിശ്വാസമാണ്. എല്ലാ അമ്പലങ്ങളിലും പ്രാർത്ഥന നടത്തി എല്ലാ ദൈവങ്ങളെയും വിളിച്ചാണ് ഒരു പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ആ പരീക്ഷ എഴുതുന്ന 90% പേരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് 10%, അതും ഒട്ടും പഠിക്കാത്ത, ഒന്നും അറിയാത്ത, PSC എന്ന് പോലും, PSCയുടെ ഫുൾ ഫോം പോലും അറിയാത്തവന്മാർ PSC റാങ്ക് ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നത് അതൊരു അഴിമതി തന്നെയാണ്. അന്വേഷണം അത്യാവശ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇത് 1, 2 വിഷയത്തിൽ നിൽക്കുന്നതല്ല. ഒരു CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറായാൽ ഈ സർക്കാരിന് ഇതിൽ താല്പര്യമുണ്ട്, സർക്കാരിന് ഇതിൽ കൈ ശുദ്ധമാണ് എന്ന് വ്യക്തമാകും. കാരണം ഇപ്പോഴത്തെ സർക്കാർ ഇതൊരു CBI അന്വേഷണത്തിന് വിടണം. കാരണം ഇത് വളരെ വിശാലമായ ഒരു അന്വേഷണമാണ്. കാരണം ഇത് ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് തന്നെ വിജിലൻസിനും പോലീസിനുമൊക്കെ ഒരു പരിധിയുണ്ട് ഇതിനകത്തോട്ട്. കാരണം PSC ചെയർമാൻ എന്ന് പറയുന്നത് അത്രയും പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു CBI അന്വേഷണത്തിന് സർക്കാർ ശുപാർശ ചെയ്താൽ ഏറ്റവും വലിയൊരു കാര്യമാവും. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം ഈ പരീക്ഷാ ക്രമക്കേടിൽ തീരുമാനിച്ച ആഭ്യന്തര വിജിലൻസ് അന്വേഷണം മാറ്റി എന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ പരീക്ഷാ കൺട്രോളറുടെ അന്വേഷണമാക്കിയ ചെയർമാൻ്റെ നടപടിയെ ഒരു വിഭാഗം അംഗങ്ങൾ ഇക്കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ചോദ്യം
ചെയ്തു എന്നുള്ള റിപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ വിവാദമാണ്, വലിയ ക്രമക്കേടുമാണ് ഈ ഒരു PSC പരീക്ഷയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അടക്കം ഇക്കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി PSC ആസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.